റെയിൽവേ ട്രാക്കിൽ അതിഥികൾ. തമിഴ്നാട്ടിലെ വാളയാറിനും എട്ടുമടയ്ക്കുമിടയിൽ റെയിൽവേയുടെ തെർമൽ CCTVയിൽ പതിഞ്ഞത് മൃഗങ്ങളുടെ ദൃശ്യങ്ങൾ. പാലക്കാട് വാളയാറിനും തമിഴ്നാട്ടിലെ എട്ടുമടയ്ക്കുമിടയിൽ റെയിൽവേ ട്രാക്കിൽ വന്യമൃഗങ്ങൾ എത്തുന്ന ദൃശ്യങ്ങൾ വനം വകുപ്പിന്റെ തെർമൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളിൽ പതിഞ്ഞു. ട്രെയിൻ തട്ടി ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തടയാൻ തമിഴ്നാട് വനം വകുപ്പും റെയിൽവേയും സംയുക്തമായി സ്ഥാപിച്ചതാണ് ഈ അത്യാധുനിക നിരീക്ഷണ സംവിധാനം. ട്രാക്കിന്റെ ഇരുവശങ്ങളിലുമുള്ള ഈ സർവൈലൻസ് ടവറുകളിൽ സ്ഥാപിച്ച തെർമൽ ഓപ്റ്റിക്കൽ ക്യാമറകൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട്. ട്രാക്കിലേക്ക് മൃഗങ്ങൾ അടുക്കുമ്പോൾ തന്നെ ക്യാമറകൾ അവയെ തിരിച്ചറിഞ്ഞ് കൺട്രോൾ റൂമിലേക്കും സ്റ്റേഷൻ മാസ്റ്റർമാർക്കും ലോക്കോ പൈലറ്റ്മാർക്കും തത്സമയ സന്ദേശങ്ങൾ അയക്കും. കൃത്യമായി മുന്നറിയിപ്പ് ലഭിക്കുന്നതിലൂടെ ലോക്കോ പൈലറ്റുമാർക്ക് ട്രെയിനിന്റെ വേഗത കുറയ്ക്കാനോ നിർത്താനോ സാധിക്കും. പ്രധാനമായും കാട്ടാനകളുടെ സഞ്ചാരം കണ്ടെത്താനാണ് ഈ സംവിധാനം പ്രധാന പങ്ക് വഹിക്കുന്നത്. ആനകൾക്ക് പുറമെ മാനുകൾ, കാട്ടുപോത്തുകൾ, പുള്ളിപ്പുലികൾ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ദൃശ്യങ്ങളും ഈ തെർമൽ ക്യാമറകളിൽ വിജയകരമായി പതിഞ്ഞിട്ടുണ്ട്. വന്യജീവി സംരക്ഷണത്തിനായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയ ഈ മാതൃകയിലൂടെ ഈ മേഖലയിലെ ട്രെയിൻ അപകടങ്ങൾ വൻതോതിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് പാലക്കാട്. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.